ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളത്തെ നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും അടിപൊളി കഥയായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിക്കുന്ന സമയത്താണെങ്കിൽ പോലും ദേഷ്യത്തോട് കൂടിയിട്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാരണവശാലും നയന പൊങ്കാല ഇടുന്നതിനോട് ദേവയാനിക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല. ഞാൻ സ്നേഹിച്ച ഒരു മരുമകളായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ വീട്ടിലേക്ക് നല്ല രീതിയിൽ വന്നൊരു മരുമകളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവൾക്ക് ആ ഒരു ഇത് കൊടുത്തേനെ. അമ്മ എനിക്ക് തന്നതുപോലെ തന്നെ ഒരു അധികാരം അവൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്തേനെ. പക്ഷേ ഇവളൊരിക്കലും എൻ്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഈ വീട്ടിലെ ആദർശം അവൻ്റെ ഭാര്യയായിട്ടും അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഈ പൊങ്കാല ഇടാനായിട്ട് അവൾക്ക് എന്താണ് യോഗ്യത? ഇതാണ് നമ്മുടെ ദേവയാനി ചോദിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും മുന്നിലും മുത്തശ്ശൻ്റെ ആ ഒരു വാക്കിനൊക്കെ മുന്നിലും ഒന്നും മിണ്ടാതെ പഞ്ചപുച്ഛം അടക്കി ദേവയാനി ഇങ്ങനെ നിന്നു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ താമസിക്കേണ്ട, നമുക്ക് പൊങ്കാല അടുപ്പൊക്കെ കൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് പോയി പൊങ്കാല അടുപ്പൊക്കെ കൂട്ടുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ബാക്കി കലമൊക്കെ കൊണ്ടുവച്ച് പൂവൊക്കെ കെട്ടി വെച്ചിട്ട് എല്ലാം നയനയ്ക്ക് നല്ല വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അവൾ തന്നെയാണ് ആരുടെ ഒരു സഹായമില്ല. അത് മുത്തശ്ശി മാത്രം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതിൻ്റെ ചില നിർദ്ദേശങ്ങളൊക്കെ മുത്തശ്ശി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുറ്റത്ത് പൊങ്കാല അടുപ്പ് കത്തിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയിലൊക്കെയാണ്. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഗേറ്റിങ്ങിലേക്ക് ഇങ്ങനെ അവൾ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഗേറ്റിങ്ങിലേക്ക് എന്തിനായി നോക്കണത്, അവർ വന്നോളും, അവർ വന്നിട്ടേ നമ്മൾ ഇത് കത്തിക്കുകയുള്ളൂ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാം. മോള് പേടിക്കൊന്നും വേണ്ട, മോളുടെ അച്ഛനും അമ്മയും വന്നിട്ട് മാത്രമേ നമ്മൾ പൊങ്കാലെടുപ്പ് കത്തിക്കുകയുള്ളൂ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അല്ല കുറച്ചുകൂടി പൂവും ഇതൊക്കെ വേണ്ടേ, പോയി എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞ് പൂ എടുക്കാനായിട്ട് ഇവളകത്തേക്ക് കയറി പോവാണ്. ഇവളകത്തേക്ക് പൂ എടുക്കാനായിട്ട് കയറി പോയ വഴിക്ക് നമ്മുടെ ആദർശം പിന്നാലെ പോവാണ്. കണ്ടില്ലേ, പിണക്കമാണെന്ന് പറഞ്ഞാലും കണ്ടില്ലേ, രണ്ടുപേരൂടെ ഒരുമിച്ച് പോകുന്ന ആ ഒരു പോക്ക്. ഇനി ഈ ജീവിതകാലം മൊത്തം അവരിങ്ങനെ ഒരുമിച്ചായിരിക്കണം എന്നൊക്കെ മുത്തശ്ശി അതിന് വേണ്ടിയിട്ടാണ് ഈ പൊങ്കാല എന്നൊക്കെ പറയുകയാണ്. ദേവേനി കട്ടക്കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ദേവേനയുടെ ആ ഒരു ദേഷ്യം കണ്ടിട്ട് ദേവ നോക്കുമൊന്നും വേണ്ട, എന്തായാലും ഈ പൊങ്കാലയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ഇതൊക്കെ അങ്ങോട്ട് ശരിയാകും, ദേവയുടെ മനസ്സ് മാറിക്കോളും, അപ്പോൾ എൻ്റെ മനസ്സ് ഒരിക്കലും മാറില്ല എന്ന് ദേവയാനി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയാണ്. അപ്പോൾ ജയപാൽ പറഞ്ഞു, നിൻ്റെ മനസ്സ് മാറിയില്ലെങ്കിൽ മാറ്റാൻ എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് ജയപാലും പറയാണ്. പിന്നൊന്നും മിണ്ടിയില്ല കേട്ടോ ദേവയാനി. ഈ സമയത്താണ് നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ കൂടി അങ്ങോട്ടേക്ക്, നന്ദു ഒക്കെ കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വന്നിറങ്ങി എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ, തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ ഇവിടെ പരമസുഖമല്ലേ, സുഖം കൂടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ നിൻ്റെ മകളെ കൊണ്ട് ഇവിടെ പൊങ്കാല ഇടിക്കുന്നത് എന്നും പറഞ്ഞ് ചൊറിയുന്ന വർത്താനായിട്ട് ദേവയാനി നിൽക്കുക. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ കനകയുടെ മുഖം അങ്ങോട്ട് മാറിയപ്പോഴേക്കും നന്ദു കനകയോട് ചോദിച്ചു, ഇതല്ലേ ഞാൻ പറഞ്ഞത്, വരുന്നില്ല എന്ന്. ഇവരുടെ ഈ ചൊറിഞ്ഞ വർത്താനം കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് നല്ലത് പറയാൻ തോന്നുന്നുണ്ട്. അവസാനം ഇവിടെ ബാളായി ഇതാതിന് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞപ്പോഴേക്കും കനക നന്ദുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് മിണ്ടാതിരിക്കാനായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, മോള് പൂവൊക്കെ എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയതാണ്. രണ്ടുപേരുടെ മോളും മോനൂടെ ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയതാണ്. ഈ പൊങ്കാല നയനമോളെ കൊണ്ട് തന്നെ ഇടിക്കണമെന്ന് എൻ്റെയും മുത്തശ്ശൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. കാരണം അതിടാൻ ഈ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും യോഗ്യത നയനമോൾക്ക് തന്നെയാണ്. കാരണം ഈ വീട്ടിലെ ഇപ്പോഴത്തെ മൂത്ത മരുമകൾ എന്ന് പറയുന്നത് നയനയാണ്. അത് മാത്രമല്ല, അവളുടെ ആ ഒരു പരിശുദ്ധമായ ആ ഒരു മനസ്സ് വെച്ചിട്ടും നിഷ്കളങ്കമായ ഒരു ഇതൊക്കെ വെച്ചിട്ടും അവൾ തന്നെയാണ് ഇതിന് യോഗ്യ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി കഴിഞ്ഞു എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോൾ നവിക്ക് കോട്ടക്കലിപ്പിൽ നവ്യ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നവ്യ സ്വന്തം അച്ഛനും അമ്മയാണെന്ന് പോലും മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും അപ്പോഴാണ് നയന പൂക്കളൊക്കെ ആയിട്ട് നയന പൂക്കൾ എടുക്കാനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ. അപ്പോഴേക്കും നയനയോട് ചെന്നിട്ട് ഇവൻ ദേഷ്യത്തിൽ ആദർശം സംസാരിക്കുക, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല, എൻ്റെ അമ്മയെ തള്ളിക്കളഞ്ഞിട്ടാണ് ഈ ചെയ്യുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശൻ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ പറച്ചിലൊക്കെ നിർത്തിയിട്ട്, പക്ഷേ മുത്തശ്ശൻ ഇത് കേട്ടു. അപ്പം നയനമോള് തന്നെയാണ് ഇത് ചെയ്യാൻ യോഗ്യത, അതിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഇത് നയന ഇടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് മുത്തശ്ശൻ നയനയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. മുത്തശ്ശൻ നയനയും കൂട്ടി പൊങ്കാല നടക്കുന്നിടത്തേക്ക് പോവുകയാണ്. ആദർശം പിന്നാലെ പതുക്കെ ഇങ്ങനെ വരിക. എന്തായാലും അമ്മയും അച്ഛനെയും കണ്ട് നയനെ ഓടി വന്ന് അനുഗ്രഹം മേടിക്കുകയും അവരെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കനക പറഞ്ഞു, മോള് സുന്ദരിയായിട്ടുണ്ട്, അമ്മയുടെ മനസ്സ് നിറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മോളാണ് ഇവിടെ പൊങ്കാല ഇടുന്നതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നിട്ട് നവ്യെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴേക്കും, ചേച്ചി അച്ഛനും അമ്മേനെയും കണ്ടില്ലേ, അവരെ ഒന്ന് അകത്തേക്ക് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ കണ്ടു, എന്നാൽ വന്നാലും കയറി വന്നാലും ഇത് മതിയോ, ഇങ്ങനെ ക്ഷണിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ ഇവളെ കളിയാക്കുകയാണ് കേട്ടോ.
അപ്പോഴേക്കും നന്ദു ഏതാണ്ട് പറയാൻ വന്നപ്പോൾ കനക വീണ്ടും പിടിച്ചു നിർത്താണ് നന്ദുവിനെ. ഇങ്ങനെ പൊങ്കാലയുടെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ തുടങ്ങി പൊങ്കാലയൊക്കെ ഇടുന്ന സമയത്തും കുണു എന്ന് പറഞ്ഞ് ജലജ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. ഏട്ടത്തി ചെയ്യേണ്ട ചടങ്ങായിരുന്നു, ഇവിടെ ഓരോരുത്തരൊക്കെ വന്ന് വലിഞ്ഞു കയറി വന്നതിൻ്റെ ഫലമാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതും നന്ദുവിൻ്റെ അരികിൽ നിന്നിട്ട് ചെവി കടിച്ചു പറിക്കുന്ന പോലെയാണ് ഈ പറയുന്നത്. നന്ദുവിനാണ് കലി വരുന്നുണ്ട്, വേറെ ആരുമായിട്ട് കേൾക്കുന്നുമില്ല. അവസാനം നന്ദു കലിച്ചിട്ട് അവസാനം നന്ദു സംസാരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. എന്തായാലും പൊങ്കാലയിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്. പൊങ്കാലയിടലിന് നമ്മുടെ നയന പൊങ്കാല ഇടുന്നു. പൊങ്കാല ഇങ്ങനെ തിളക്കാറൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നന്ദു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഈ ജലജയുടെ ചൊറിച്ചിൽ അവസാനം സഹിക്കാൻ വയ്യാതെ നമ്മുടെ നന്ദു കയറി മാന്തുകയാണ്. അങ്ങനെ അവർ തമ്മിലൊരു തർക്കമൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും കനക പറയും നമുക്കെന്നാൽ പോയേക്കാന്നിങ്ങനെ കനക പറയുകയാണ്. നന്ദു പറഞ്ഞ് നമുക്ക് പോകാമെന്ന്, എന്തായാലും ചടങ്ങ് പൂർത്തിയായിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിവിടെ നിൽക്കുകയാണ്. അങ്ങനെ ചടങ്ങ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവർ ഈ സാധനമൊക്കെ വരുന്നവരൊക്കെ അതായത് നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ മക്കൾക്ക് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അങ്ങനെ അതൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ നവ്യ ഇത് ഇടയ്ക്കിടത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം വില കുറഞ്ഞതാണ് നവ്യയ്ക്ക്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മാത്രം വില കുറഞ്ഞതെന്ന് പറഞ്ഞ് നവ്യ അവിടെ കിടന്ന് അന്നേരം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നോക്കിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കി വാങ്ങിച്ചു എന്നേ ഉള്ളൂ എന്ന് കനക ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ആശീർവാദം കൊടുക്കേണ്ട സമയത്ത് എല്ലാവരുടെയും ആശീർവാദവും കൊടുക്കുന്നുണ്ട്. അനുഗ്രഹവർഷം ചൊരിയുന്നത് പോലെ ഇങ്ങനെ പൂവൊക്കെ എറിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ വെറിയല്ല പൂ ഇങ്ങനെ അവളുടെ തലയിൽ കൂടി. പക്ഷേ നമ്മുടെ ദേവയാനിയും ആദർശും ഇവൾക്ക് അനുഗ്രഹം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആദർശ് ഇവളുടെ മുഖത്തേക്ക് ആ പൂ വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ അമ്മയെ മാറ്റി നിർത്തിയിട്ട് നീ ഇവിടെ ആകാറായിട്ടില്ല, ഇതിന് ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ അനുഗ്രഹം നിനക്കില്ല എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് കയറി പോവുമോ. കനകയും ഗോവിന്ദും ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഇരിക്കുക. അപ്പോൾ എല്ലാവരും അകത്തേക്ക് പൊങ്കാല തളയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ നടന്നത്. എന്തായാലും ബാക്കി എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കനകയും നമ്മുടെ ഗോവിന്ദനെ ഒക്കെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ദേവയാനി ഉള്ളതുകൊണ്ടാണ് അവനിങ്ങനെ കാണിച്ചത്, ഇവർ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല, പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി ആകെ സങ്കടപ്പെട്ട അകത്തേക്ക് കയറി പോവുകയാണ്, ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ നമ്മുടെ അതുപോലെ നയന അച്ഛനെയും അമ്മേനെയും പറഞ്ഞ് അവിടെ നിന്ന് വിടാണ്, നിങ്ങൾ പൊക്കോ സാരമില്ല, ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. എന്നാലും മോൾക്ക് പറ്റുന്നില്ലെങ്കിൽ മോൾ അങ്ങോട്ട് പോരെ, അല്ലാണ്ട് ആരുടെയും കയ്യേക്കാലെ പിടിച്ച് മോൾ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, മോൾ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ അവിടെ അകത്ത് കയറി നിന്ന് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. ആദർശ് ചെയ്തത് ഒരിക്കലും ശരിയായില്ല. ഈ കുടുംബത്തിൽ ഞങ്ങളുടെ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ നയന ഇടുന്ന പൊങ്കാലയ്ക്ക് ആദർശ് അനുഗ്രഹം കൊടുക്കില്ലായിരുന്നോ? ആ കുട്ടി എന്ത് തെറ്റാണ് ആദർശം നിന്നോട് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ സംസാരിക്കുവാണ്. എന്തായാലും മുത്തശ്ശൻ നേരെ മുറിയിലേക്ക് പോയി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് മുറിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശ് അവിടെ നിന്നിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദർശ് മുറിയിലേക്ക് കയറിപ്പോയി നയനയോട് ദേഷ്യപ്പെടുവാണ് അകത്ത് പോയിട്ട്. അപ്പം നയനയാണേലും സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഒരിക്കലും ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്നെ അപമാനിക്കരുതായിരുന്നു, എന്നെങ്കിലും നിങ്ങൾ നന്നാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പം ഞാൻ നല്ലതല്ലടി, ഞാൻ ചീത്ത തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഇവളോട് ദേഷ്യപ്പെടുകയാണ്. മാത്രമല്ല എനിക്കൊരിക്കലും നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാണ് കടിച്ചുങ്ങി ഇവിടെ കിടക്കുന്നത്? ഒരു കാരണവശാലും നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കുകയില്ല. എൻ്റെ ജീവിതത്തിലും എൻ്റെ അമ്മയുടെ ജീവിതത്തിലും നീ എന്നൊരു പെണ്ണില്ല. എൻ്റെ ജീവിതം തുലക്കാനായിട്ട് ഇവിടെ എന്തിനാണ് കെട്ടിക്കയറി കിടക്കുന്നത്? നിനക്ക് പൊക്കോളാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൻ ആകെ വയലൻ്റായി ഒരു പെണ്ണും സഹിക്കാത്ത രീതിയിൽ സംസാരിക്കുകയാണ്. ശരിക്കും നയനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരല്ല ചുടു ചോരയാണ് വന്നത്. അത്രയ്ക്ക് സങ്കടം നയനയ്ക്കുണ്ട്. നയന പറഞ്ഞു പൊക്കോളാം. ഇത്ര നാൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോടൊരു സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതെൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പൊക്കോളാം, ഞാൻ തിരിച്ച് പൊക്കോളാം, ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നയന പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇതേ സമയം അവിടെ മുത്തശ്ശൻ പുറത്തേക്ക് ഒരു വയ്യായിക പോലെ പുറത്തേക്ക് ഇറങ്ങി വരും. മുത്തശ്ശന് ചങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നി. മുത്തശ്ശൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ കുഴഞ്ഞങ്ങോട്ട് വീഴുകയാണ് കേട്ടോ. എല്ലാവരും ദേഷ്യത്തോടെയൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് കുഴഞ്ഞങ്ങോട്ട് വീഴുകയാണ്. അപ്പോൾ എല്ലാവരും അച്ഛാ എന്നൊക്കെ വിളിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ നയനെ ആദർശം അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നു. എന്തായാലും മുത്തശ്ശനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോവാണ്. പിന്നെ എന്താണ് ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, അടുത്ത ആഴ്ച വരാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ മറ്റൊരു ചാനലിൽ, നമ്മുടെ ചിൽ ശ്വേത എന്ന ചാനലിൽ ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. ഒരു 10 മിനിറ്റിനുള്ളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കാണും കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.